നീ എഴുത്തച്ഛൻ്റെ അടുത്ത് പോയി എഴുത്ത് പഠിക്കരുത്. അവൻ്റെ എഴുത്താണി കൊണ്ട് തച്ച് അവൻ നിൻ്റെ ഭാഷ കെടുത്തിക്കളയും. എൻ്റെ ഭാഷ ജീവഭാഷയാണ്. എൻ്റെ താളം ജീവതാളമാണ്. എൻ്റെ സംഗീതം ജീവസംഗീതമാണ്. ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ഒലക്കാലം പോയ യുഗത്തിൽ, ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ഒലക്കാലം പോയ യുഗത്തിൽ. നീ ഇനി കുറുക്കൻ കൂന്നൂല കൂവാതെ എന്ന് പറയും. കുറുക്കനെ നമ്മൾ ആക്ഷേപിക്കാറുണ്ട് അടച്ച്. പക്ഷെ അത്രയും ശ്രുതിമധുരമായി കൂവുന്ന അനുസരണയുള്ള ഒരു ജീവി വേറെ ഇല്ല. മടമുറിഞ്ഞാലേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി, വെള്ളമുടിഞ്ഞാലേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി. മണ്ണറിവ്, മഴയറിവ്, പുഴയറിവ്, പൂവറിവ്, കാടറിവ്, കടലറിവ്, ഇതൊന്നും എഴുത്താശാനിൽ നിന്ന് കിട്ടുന്ന അറിവുകളല്ല. തക താര തക ധിമി താര തക ധിമി താര തക ധിമിതോ. ആദ്യമായിട്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇങ്ങനെയൊരു കൂടിവരവ് എൻ്റെ ഒരു ആദ്യത്തെ അനുഭവമാണ്. ഈ നിയമസഭാ മന്ദിരത്തിൻ്റെ ഈ അങ്കണത്തിൽ ഇതുപോലെ ഒരു വേദിയിൽ നിൽക്കുന്നത് ആദ്യമാണ്. കഥ പറയും പാട്ടുകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള വർത്തമാനമാണ് ഇനി അല്പസമയം നാം പങ്കുവയ്ക്കുന്നത്. പഴഞ്ചൊല്ല് ആവർത്തിച്ച് ഓർമ്മിക്കുക മാത്രമല്ല, ആവർത്തിച്ച് പറയേണ്ടതാണ് എന്നതുകൊണ്ട് ഒരു വിരസത ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളിതിനു മുൻപ് പലവട്ടം കേട്ടിട്ടുള്ളതാവാം. അപ്പോൾ അങ്ങനെയൊരു പഴഞ്ചൊല്ലിൽ നിന്ന് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നീ എഴുത്തച്ഛൻ്റെ അടുത്ത് പോയി എഴുത്ത് പഠിക്കരുത്. അവൻ്റെ എഴുത്താണി കൊണ്ട് തച്ച് അവൻ നിൻ്റെ ഭാഷ കെടുത്തിക്കളയും. നീ കൊട്ടച്ഛൻ്റെ അടുത്ത് പോയി കൊട്ടു പഠിക്കരുത്. അവൻ്റെ കൊട്ടുകോല് കൊണ്ട് തച്ച് അവൻ നിൻ്റെ താളം കെടുത്തിക്കളയും. നീ പാട്ടച്ഛൻ്റെ അടുത്ത് പോയി പാട്ട് പഠിക്കരുത്. അവൻ്റെ പാട്ടുകോല് കൊണ്ട് തച്ച് അവൻ നിൻ്റെ സംഗീതം കെടുത്തിക്കളയും. ഇത് ഒരു ഗോത്ര പാരമ്പര്യത്തിൽ നിന്ന് രൂപപ്പെട്ട പഴഞ്ചൊല്ലാണ്, നമ്മുടെ ഈ കേരളത്തിൽ തന്നെ. ഇതെവിടെയും ഒന്ന് വായിച്ചെടുക്കാൻ എൻ്റെ ഈ പ്രായത്തിനോടിടയ്ക്ക് എനിക്ക് കഴിഞ്ഞിട്ടില്ല. ചൊല്ലിക്കേട്ടതാണ്. അപ്പോൾ അങ്ങനെ എഴുതി പഠിക്കാത്ത, വായിച്ച് പഠിക്കാത്ത ഒരു കൊട്ടാശാൻ്റെ ശിഷ്യനായി കൊട്ടു പഠിക്കാത്ത ഒരു പാട്ടാശാൻ്റെ കീഴിൽ പാട്ട് അഭ്യസിച്ചിട്ടില്ലാത്ത ഒരു മനസ്സുമായിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇവയെ ഒന്നും ഞാൻ നിരാകരിക്കുകയല്ല. എനിക്കേറെ പദ്യമായി തോന്നിയിട്ടുള്ളത് കുഞ്ഞുനാളിൽ അമ്മൂമ്മ പറഞ്ഞു തന്ന കഥപ്പാട്ട്, കൊച്ചു കഥപ്പാട്ടുകളും കൊച്ചു വായ്മൊഴികളുമാണ്. അതാണ് എന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കാൻ എനിക്ക് പ്രേരണയും ശക്തിയും തരുന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് ഒരു കുട്ടി കഥപ്പാട്ടിലൂടെ നമുക്ക് ആരംഭിക്കാം. ഇതിൻ്റെ ആദ്യ വരി പറയുമ്പോൾ തന്നെ അതിൻ്റെ തുടർന്നുള്ള വരികൾ നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം. ഈ കഥപ്പാട്ട് കേട്ടിട്ടില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല.
അന്ന് അമ്മൂമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്. അതിൻ്റെ പൊരുളും പടുതിയുമൊക്കെ പിന്നീടാണ് എനിക്ക് ബോധ്യപ്പെട്ടതും ഞാൻ മനസ്സിലാക്കിയതും. അന്നിതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ആ കഥപ്പാട്ട് ഇങ്ങനെയാണ്. അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു, മുങ്ങാപ്പിള്ളേർ മുങ്ങിയെടുത്തു, തട്ടാപ്പിള്ളേർ തട്ടിപ്പറിച്ചു, വാണിയപ്പിള്ളേർ വായിലിട്ടു. അത് വളരെ മനോഹരമായ ഈണത്തിലാണ് അമ്മൂമ്മ പാടിയത്. പിന്നീട് അനേകം കുട്ടികളിത് പാടിക്കേട്ടു, ഇന്നും കേൾക്കുന്നു. എത്ര ആവർത്തിച്ച് പാടിയിട്ടും കൊതി തീരുന്നില്ല. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാടിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നും നിങ്ങൾ ഓരോരുത്തരും പാടുന്നുണ്ടെന്ന് എനിക്കറിയാം. അയ്യപ്പൻ കുഞ്ഞിന് എന്നെങ്കിലും ഒരു നെയ്യപ്പം ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ള അടങ്ങാത്ത മോഹമുണ്ടല്ലോ അമ്മയുടെ. ഒരിക്കലത് അതിന് വളരെ അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായി. അമ്മയൊരു നെയ്യപ്പൻ ചുട്ടു. പക്ഷേ അയ്യപ്പൻ കുഞ്ഞിന് കൊടുക്കാൻ പറ്റിയില്ല, കൊടുക്കാൻ കഴിഞ്ഞില്ല. അയ്യപ്പൻ കുഞ്ഞിനത് അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടായില്ല, അല്ലെങ്കിൽ യോഗമുണ്ടായില്ല. അത് കാക്കക്കാലിൽ പോയി. കാക്കയ്ക്ക് കിട്ടിയോ? ഇല്ല. കാക്കക്കാലിൽ നിന്ന് വഴുതി കടലിൽ പോയി. കടലിന് കിട്ടിയോ? ഇല്ല. ഇത് കണ്ടു നിന്ന മുങ്ങാനറിയാവുന്ന മുക്കുവ കുട്ടികൾ മുങ്ങിയെടുത്തു. അവർക്ക് കിട്ടിയോ? അവിടുന്നും പോയി. കൊട്ടേഷൻ ടീം അപ്പുറത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു. തക്കം നോക്കി നിന്നു. അവർ തട്ടിപ്പറിച്ചു. തട്ടിപ്പറിക്കാൻ അറിയാവുന്ന കൊട്ടേഷൻ ടീം ഇത് കണ്ടു നിന്നു. അവൻ തട്ടിപ്പറിച്ചു. തട്ടിപ്പറിച്ചത് അവന് വേണ്ടിയായിരുന്നോ? അല്ല, അതിനപ്പുറത്ത് മറ്റൊരാളുണ്ടായിരുന്നു. ഇത് തട്ടിപ്പറിച്ച് എത്തിക്കേണ്ട ഇടത്തവൻ എത്തിച്ചു. അങ്ങനെ വാണിഭപ്പിള്ളേരുടെ വായിൽ എത്തി എന്ന്. ഈ വർത്തമാനമാണ് ഇന്ന് ഞാനും നിങ്ങളും എല്ലാ ദിവസവും വായിച്ചു കേൾക്കുന്നതും പറഞ്ഞു കേൾക്കുന്നതും നമ്മൾ ആവർത്തിച്ച് പറയുന്നതും. പക്ഷേ അമ്മൂമ്മ അന്ന് ഈ കഥ പറഞ്ഞപ്പോൾ ഈ കഥയ്ക്ക് ഇത്രമാത്രം ആഴവും പരപ്പും ഉണ്ടെന്ന് മനസ്സിലായില്ല. അവസാനം അമ്മൂമ്മ അയ്യപ്പൻ കുഞ്ഞിനുണ്ടാക്കിയ നെയ്യപ്പം ഈ കോർപ്പറേറ്റ് രാജാക്കന്മാരുടെ കയ്യിൽ എത്തും എന്ന് അമ്മൂമ്മ അന്ന് പറഞ്ഞ ഈ കഥപ്പാട്ട് ഇന്ന് നമ്മൾ അനുഭവിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എഴുത്തച്ഛൻ്റെ എഴുത്തിനേക്കാൾ, കൊട്ടച്ഛൻ്റെ കൊട്ടിനേക്കാൾ, പാട്ടച്ഛൻ്റെ പാട്ടിനേക്കാൾ എൻ്റെ ഭാഷയ്ക്കും എൻ്റെ കൊട്ടിനും, എൻ്റെ കൊട്ടുതാളത്തിനും, എൻ്റെ താളത്തിനും, എൻ്റെ സംഗീതത്തിനും ആണ് അർത്ഥസമ്പുഷ്ടത, അതാണ് അടയാളപ്പെടുത്തേണ്ടത് എന്ന് അത് ഈ മുത്തശ്ശി കഥയിൽ നിന്ന്, അമ്മൂമ്മപ്പാട്ടിൽ നിന്നാണ് ഞാൻ ചികഞ്ഞെടുത്തത്. അപ്പം അതുകൊണ്ട് എൻ്റെ ഭാഷ ജീവഭാഷയാണ്, എൻ്റെ താളം ജീവതാളമാണ്, എൻ്റെ സംഗീതം ജീവസംഗീതമാണ്. അവിടെ നിന്നുകൊണ്ട് ചിലത് നമുക്ക് വർത്തമാനിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു കഥപ്പാട്ടിൽ നിന്ന് ചില വരികൾ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പാക്കനാർ പാട്ടിൻ്റെ 2 വരികളെങ്കിലും പരിചയമില്ലാത്തവർ, കേട്ടിട്ടില്ലാത്തവർ ഇവിടെ ആരും ഉണ്ടാവില്ല. അതിൽ ആദിയും അന്തവും ഇല്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് പാടിത്തുടങ്ങുന്നൊരു ഭാഗമുണ്ട്. അനേകം കഥപ്പാട്ടുകളുടെ ഒരു സമാഹാരമാണ് പാക്കനാർ കഥപ്പാട്ട്. അനവധി കഥകളുടെ ഒരു സമാഹാരമാണ്. അതിലിങ്ങനെ ഒരു കഥപ്പാട്ടുണ്ട്. ആദിയില്ലല്ലോ ഓലന്തമില്ലല്ലോ ഓലക്കാലം പോയ യുഗത്തിൽ, ആദിയില്ലല്ലോ ഓലന്തമില്ലല്ലോ ഓലക്കാലം പോയ യുഗത്തിൽ. ഇതാണ് ആദ്യത്തെ വരി.
അതിൽ 5 പദങ്ങളേ ഉള്ളൂ. ഒന്നര വരി കൊണ്ട് തിരുക്കുറൾ എഴുതി പറയുന്നത് പോലെ 5 പദങ്ങളാണ്. ആദി, അന്തം, ഇല്ല, പോയി, അല്ലേ? ഇങ്ങനെ ഒരു 5 പദമാണ്. അക്കാലം, പോയി. അപ്പോൾ ഈ ആദിയും അന്തം, അപ്പോൾ എനിക്ക് ഇതാ ഒരു കുട്ടിക്കാലത്തൊരു ഒരു ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് ഈ പാട്ട് പാടി ഇങ്ങനെ കമ്പുകളി പഠിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്നു. അപ്പോൾ ഈ കമ്പുകളിക്കും പരിചയമുട്ട് കളിക്കുമൊക്കെ ഈ പാട്ട് പാടാറുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും അറിയില്ല. ഇന്നും ഇത് പാടുന്നവർക്ക് അറിയുമോ എന്നെനിക്ക് സംശയമുണ്ട്. ഇന്നലെ സംസ്ഥാനതല നാടൻ പാട്ട് മത്സരമായിരുന്നു പൂജപ്പുര. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് പോരുന്നത് തന്നെ. അപ്പോൾ ഇതിന് സമാനമായ പാട്ടുകൾ അവിടെ നിറയെ കേൾക്കാനിടയായി. 40-ലധികം സംഘങ്ങളുടെ പാട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ പാട്ടിൽ പരാമർശിക്കുന്നത് ആദിയും അന്തവുമില്ലാത്ത ഒന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് പാടിത്തുടങ്ങുന്ന കാലത്ത് എനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങളിൽ അറിവുള്ളവർ ഉണ്ടെന്നെനിക്കറിയാം. എങ്കിലും ഞാനങ്ങ് പറയുകയാണ്, ആദിയും അന്തവും ഇല്ലാത്തത് പൂർണ്ണ വൃത്തമാണ്. ആദിയില്ലല്ലോ, അന്തമില്ലല്ലോ. പാക്കനാർ പാട്ടിൻ്റെ ആദ്യ വരിയാണ്. ആദിയും അന്തവും ഇല്ലാത്തത് പൂർണ്ണ വൃത്തമാണ്. അപ്പോൾ പൂർണ്ണ വൃത്തമാകുമ്പോൾ തുടക്കമില്ല, ഒടുക്കമില്ല, മുമ്പനില്ല, പിമ്പനില്ല, ഒന്നാമനില്ല, ഒടുവിലാനില്ല. അങ്ങനെ ഒത്തിരി സവിശേഷതയുണ്ട് ഈ പൂർണ്ണ വൃത്തത്തിന്. ആദിയും അന്തവും ഇല്ലാത്തതിന് ഞാൻ ഈ പറഞ്ഞ സവിശേഷതയുണ്ട്. അക്കാലം പോയി, അടുത്ത വരിയാണ്, അടുത്ത വാക്ക്. അക്കാലം പോയി, അതൊരു യുഗജീവിതമായിരുന്നു എന്നടുത്ത ചൊല്ല്. അക്കാലം പോയ ആ അങ്ങനെ ആദിയും അന്തവും ഒന്നാമനും ഒടുവിലാനും മുമ്പനും പിമ്പനും വെളുപ്പും കറുപ്പും ഒന്നുമില്ലാത്ത ഒരു വൃത്തഭൂമിക അത് പോയി. ഇത് കണ്ടുപിടിക്കാൻ എനിക്ക് ഒത്തിരി കാലം വേണ്ടി വന്നു. അങ്ങനെയാണ് ഞാൻ അമ്മയിലേക്ക് മടങ്ങുന്നത്. ഇത് എൻ്റെ അമ്മ തന്നെ ആയിരുന്നല്ലോ എന്ന് എത്ര കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ കണ്ടെത്തിയത്. അവിടെ അങ്ങനെ ഒരു യുഗജീവിതം എനിക്കുണ്ടായിരുന്നു എന്നാണ് പാക്കനാർ പാട്ടിൻ്റെ ആദ്യ വരി. പാക്കനാർ പാട്ട് എന്ന് പറയുമ്പോൾ പാക്കനാർ പാട്ട് എന്ന് പറയുന്നത് അനേകം കഥകളുടെ ഒരു സമാഹാരമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. അപ്പോൾ ആദിയും അന്തവും ഇല്ലാത്ത അമ്മയാകുന്ന അമ്മയുടെ ഉദരമാകുന്ന വൃത്തഭൂമികയിൽ ഒരു യുഗജീവിതവും കഴിഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ അതെവിടെയാണ് അവസാനിക്കുന്നത്? തെക്കന്നം കാറ്റടിച്ചെന്ന് തെണ്ണിയടിച്ചു, വടക്കന്നം കാറ്റടിച്ചെന്ന് വടുതിയടിച്ചു, കിഴക്കന്നം കാറ്റടിച്ചൊരു ചെങ്കാറ്റടിച്ചു, പടിഞ്ഞാറൻ കാറ്റടിച്ചൊരു നേർകാറ്റടിച്ചു, 4 കാറ്റും വായുവനും കൂടെ ചുറ്റിയടിച്ചു, കൊടവട്ടം ഭൂമി തോന്നാതങ്ങ് തോന്നി. ആദ്യം കണ്ടത് ഈ ചക്രവാളമാണ്. അങ്ങനെയാണ് ഞാൻ ഈ ചക്രവാളം ആദ്യമായി കാണുന്നത്. ഈ 4 കാറ്റും 4 ഭാഗത്തു നിന്ന് ഇങ്ങോട്ടാണ് വീശി അടിച്ച് അവിടെയുള്ള വായുവിനും ചേർന്ന് ചുറ്റി അടിച്ച് ഇതാ ഞാൻ കിടക്കുന്നു. ഞാനിങ്ങെത്തി. ഈ കൊടവട്ടം ഭൂമിയിലോട്ട് ഞാനിങ്ങ് വന്നു. ഇത് പാക്കനാർ പാട്ടിൻ്റെ 2 വരികളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അമ്മൂമ്മ കഥയിൽ നിന്ന് പാക്കനാർ പാട്ടിൻ്റെ പ്രാരംഭ വരിയിലേക്കാണ് എത്തിയത്. ഇങ്ങനെ എത്രയെത്ര പാട്ടുകളാണ് നാക്കോല ചൊന്ന് പകർന്നും ചോർന്നും അമ്മ വഴിയിലൂടെയും അച്ഛൻ വഴിയിലൂടെയും നമ്മുടെ സാമൂഹ്യ വഴിത്താരുകളിലൂടെയും തിരിച്ചറിയാൻ കഴിഞ്ഞത്, കണ്ടെത്താൻ കഴിഞ്ഞത് എന്നതാണ്. അവയിൽ അങ്ങനെയുള്ള ചില കഥപ്പാട്ടിൻ്റെ വരികൾ ഒന്ന് പരതി പോവുക മാത്രമാണ് ഇപ്പോൾ
ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ ഉള്ള സന്ദേശവാഹികളായ കുറച്ച് വായ്മൊഴി പാട്ടുകളുടെ അന്വേഷണം. നേരെ കിഴക്കാണ് ഉദിമലക്കോട്ട, അതിനും കിഴക്കാണ് വെള്ളിമണിക്കോട്ട, അതിനും കിഴക്കാണ് ഉദിമനത്തേവൻ, അതിനും കിഴക്കാണ് വെള്ളപ്പൂനാട്. ഇതും കുട്ടിക്കാലത്ത് കേട്ട പാട്ടാണ്. ഒരു വലിയ കഥയുടെ പാട്ടാണിത്. നേരെ കിഴക്കാണ് ഉദിമലക്കോട്ട. അമ്മ ഈ പാട്ടൊക്കെ പാടി താരാട്ട് പാടി ഉറക്കുമ്പോൾ എത്ര സൗമ്യനായി, എത്ര സുഖലോലുപനായിട്ട് ആ പല്ലാളനത്തിൽ എല്ലാം മറന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പം നേരെ കിഴക്കാണ് ഉദിമലക്കോട്ട. അത് അങ്ങനെ ഒരു കോട്ടയുണ്ടോ നമ്മുടെ കേരള ചരിത്രത്തിൽ? നമ്മുടെ കേരള ചരിത്ര പുസ്തകത്തിൽ അങ്ങനെ ഒരു കോട്ടയുണ്ടോ? ഉദിമലക്കോട്ട എന്ന് പറഞ്ഞൊരു കോട്ട. അങ്ങേയറ്റത്ത് കാസർഗോഡ് ഒരു കോട്ടയുണ്ട്, അതിനപ്പുറത്തേക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ ഒന്നും ഉദിമലക്കോട്ട കാണുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് സഹ്യപർവ്വതമാണ്. നമ്മൾ നേരെ കിഴക്കോട്ട് നോക്കുമ്പോൾ കാണുന്ന കോട്ട സഹ്യപർവ്വത നിരകളാണ്. അതിനും കിഴക്കാണ് വെള്ളിമണിക്കോട്ട. അങ്ങനെ ഒരു കോട്ട കേരള ചരിത്രത്തിലില്ല. അപ്പം ഞാൻ ആ സഹ്യപർവ്വതത്തിൻ്റെ മുകളിലൂടെ കണ്ണോടിച്ചപ്പോൾ ആ കോട്ട ഞാൻ കണ്ടു, വെള്ളിമേഘങ്ങൾ. അതിനും കിഴക്കാണ് ഉദിമനത്തേവൻ. ആഹാ, സൂര്യൻ. ആ ഉദിമലക്കോട്ടയ്ക്കും വെള്ളിമണിക്കോട്ടയ്ക്കും അപ്പുറത്ത് ഉദിമനത്തേവൻ സൂര്യൻ. അതിനും കിഴക്കാ മോനെ നമ്മുടെ നാട്, വെള്ളപ്പൂനാട്. അവിടെ എത്താൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എത്തണം. സർവ അശുദ്ധിയെയും സൂര്യാഗ്നിയിൽ ദഹിപ്പിച്ച് ആ വെള്ളപ്പൂനാട് നേടുന്നിടത്താണ്. അവിടെ നീ എത്തുമ്പോഴാണ് നിനക്ക് നിൻ്റെ നാട് നിനക്ക് കൈവരിക. ഇത് കുട്ടിക്കാലത്ത് അമ്മൂമ്മ കഥ പോലെ ചൊല്ലിത്തന്ന കഥപ്പാട്ടാണ്. ഈ പാട്ട് ഇത്രയൊന്നുമല്ല, വളരെ ദൈർഘ്യമുള്ള പാട്ടാണ്. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില പാട്ടുകളൊന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു പക്ഷേ അതിനെ സർവ അശുദ്ധിയെയും സൂര്യാഗ്നിയിൽ ദഹിപ്പിച്ച് നമ്മൾ നേടാനിരിക്കുന്ന വെള്ളപ്പൂനാടെന്ന് പറയുന്നത് ഒരു പക്ഷേ അത് വർഗരഹിത സമൂഹമാവാം, അല്ലേ? നമ്മൾ നോക്കിക്കാണുന്ന ക്ലാസ്സുലർ സൊസൈറ്റി എന്ന് പറയുന്നതായിരിക്കാം ഒരു പക്ഷേ അവർ മനക്കണ്ണാൽ നോക്കിക്കണ്ട ആ നാട് അതായിരിക്കാം, അറിയില്ല. എങ്കിലും അമ്മൂമ്മ പാടി അങ്ങനെ. അവിടുന്ന് പിന്നെ വീട്ടുമുറ്റങ്ങളിൽ, ഞങ്ങളുടെ കളിത്തറകളിൽ, ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ കളിത്തറകളിൽ പരുന്ത് കളിക്കുമായിരുന്നു. വലിയച്ഛന്മാരും വലിയമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ചക്കിപ്പരുന്തും ചെമ്പരുന്തും കുട്ടിപ്പരുന്തും അമ്മപ്പരുന്തും അച്ഛൻ പരുന്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കുമായിരുന്നു. അപ്പോൾ അവർ പാടുന്നൊരു പാട്ടുണ്ട്. അത് പാട്ടിൻ്റെ വരികൾ മുഴുവനൊന്നും പാടാനുള്ള സമയം നമുക്കില്ല. ചക്കി എന്നൊരു ചെമ്പാരുണ്ടവളോ ഗതയ്യ, ചക്കി എന്നൊരു ചെമ്പാരുണ്ടവളോ. അത് നിങ്ങൾ കേട്ടിട്ടുള്ള പാട്ടാണ്. ചക്കി എന്ന ചെമ്പരുന്ത് കണ്ടനെന്ന കരിമ്പാരുണ്ടവനോ തകതയ്യ, കണ്ടനെന്ന അപ്പോൾ ചക്കി എന്ന ചെമ്പരുന്തും കണ്ടനെന്ന കരിമ്പരുന്തും ചേർന്ന്, ചക്കിപ്പരുന്ത് മാത്രമല്ല, ഇന്ന് ഈ പാട്ട് പാടുന്ന പലർക്കും പറ്റുന്നൊരു അപകടവും അത് തന്നെയാണ്. ചക്കിപ്പരുന്ത് പറ്റുമെന്നാണ് പറയുന്നത്. ചക്കിപ്പരുന്തിന് ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഈ പരുന്തുപാട്ടിൽ പറയുന്നത് ചക്കിപ്പരുന്തും കണ്ടംപരുന്തും കൂടി പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ കണ്ടംപരുന്തിനെ നിങ്ങൾ മറന്നു പോകും. പിന്നെ നിങ്ങൾ പാടുന്നത് എങ്ങനെയാണ്? തന്നെ തന്നെ കൊത്തിയും തിന്നവളോ തകതയ്യ, തന്നെ തന്നെ കൊത്തിയും തിന്നവളോ തന്നാൻ തെയ്യ. തെറ്റാണ്. തിന്നവളോ എന്നല്ല, തിന്നവരോ എന്ന് തന്നെയാണ്. രണ്ടുപേരും കൂടെ ചേർന്നാണ്.
അല്ലാതെ അമ്മ തന്നെയല്ല, അച്ഛനും കൂടെയാണ്. അച്ഛന് പങ്കാളിത്തമുണ്ട്. തന്നെ തന്നെ ചീളിപ്പനറ്റ വേറോ, ഇങ്ങനെ തന്നെ കൊത്തിത്തിന്ന്, തന്നെ ചീളിപ്പനറ്റി, തന്നെ തന്നെ കൂട് പണിത്, തന്നെ മുട്ടയിട്ട്, തന്നെ അടയിരുന്ന്, തന്നെ കുഞ്ഞുങ്ങളെ വിരിച്ചു, രണ്ടുപേരും ചേർന്ന് അല്ലേ. ആ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തി ആ കുഞ്ഞുങ്ങൾ വലുതായപ്പോൾ അങ്ങ് പടിഞ്ഞാറ് നിന്നൊരു കണ്ടം പരുന്ത് ഇളകി പറന്ന് വരികയാണ്. വന്നിട്ട് ഇവരോട് മല്ലടിക്കുകയാണ്. തന്നെ കൊത്തിത്തിന്ന്, തന്നെ ചീളിപ്പനറ്റി, തന്നെ മുട്ടയിട്ട്, തന്നെ അടയിരുന്ന് വിരിച്ച് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ഈ കുഞ്ഞുങ്ങളിൽ നല്ലതിനെയൊക്കെ അവന് വേണമെന്ന്. കാല് കറുത്തതും എൻ്റെ, കണ്ടോ, കാല് കറുത്തതിന് എനിക്ക് വേണം, ചുണ്ടു ചുവന്നതിനെ നീ എടുത്തോളൂ. ഈ പാട്ടിൽ കഥയുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയണം. ഇതെങ്ങനെയുള്ള ഒരു അധിനിവേശ കഥയാണ് ഈ പരുന്തുപാട്ടിലൂടെ വായ്മൊഴിയായി അവർ പറയാൻ ശ്രമിച്ചത്, അവർന്ന് പകർന്ന് പുതുതലമുറയ്ക്ക് നൽകാൻ ശ്രമിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പാടുന്നവരും ഈ പാട്ട് അനുഭവവേദ്യമായി തീരുന്നവരും. ഇവിടെ നമ്മൾ പാലക്കാടേക്ക് പോകുമ്പോൾ പാലക്കാട് വാവരിശപ്പാട്ട് അവിടെ സമൃദ്ധമാണ്. ആ വാവരിശപ്പാട്ടിൽ ഒരു പാട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: വാവരിശം കാറ്റടിച്ച് മയിലകത്ത് തീയെരിഞ്ഞ്, തമ്പുരാൻ്റെ കുന്തക്കാരൻ കുന്തം കൊണ്ട് തീ തണച്ച് എന്ന് പറഞ്ഞാൽ തടുത്തു. വാവരിശം കാറ്റടിച്ച് മയിലകത്തു തീയെരിഞ്ഞ്, തമ്പുരാൻ്റെ കുന്തക്കാരോ കുന്തം കൊണ്ടു തീ തടുത്ത്, തന്നാനേ താന തിന തന്നാരം താന, തന്നാനേ താന തിന തന്നാരം താന, ഇങ്ങനെയാണ് അതിൻ്റെ സംഗീതം. അപ്പോൾ വാവരിശപ്പെട്ടു, വാവരിശം കാറ്റടിച്ചു, വാവരിശപ്പെട്ട് കാറ്റായി, കൊടുങ്കാറ്റായി മതിലകത്ത് പ്രവേശിച്ച് മതിലകം കത്തി ഭസ്മീകരിക്കപ്പെടുന്നു, അല്ലെ മതിലകം കത്തി അമരുമ്പോൾ പാട്ട് അവസാനിക്കും. ഇത് പാലക്കാടൻ മേഖലയിൽ നിന്ന് സമാഹരിച്ച ഒരു പാട്ടാണ്. അപ്പോൾ ഈ മതിലകത്ത് കൊടുങ്കാറ്റായി പ്രവേശിച്ച് അഗ്നിയായി പരിണമിച്ച് സംഹാര താണ്ഡവമാടിയ ഈ അഗ്നിയെ തടുക്കാൻ മതിലകത്തെ കുന്തക്കാരും വില്ലന്മാരും മല്ലന്മാരും ഈട്ടിക്കാരും വേട്ടക്കാരും വെള്ളക്കാരും ബാല്യക്കാരും ഒക്കെ ശ്രമിച്ചിട്ടും അതിനെ തടുക്കാൻ കഴിയാതെ മതിലകം കത്തി അമരുമ്പോഴാണ് വാവരിശപ്പാട്ട് അവസാനിക്കുന്നത്. ഇതൊരു കഥപ്പാട്ടാണ്. ഇത് എഴുത്തോലയിൽ കുറിക്കപ്പെട്ട പാട്ടല്ല, നാക്കോലയാൽ പകർന്നു കിട്ടിയ പഴമൊഴിപ്പാട്ടാണ്. ശബരിമലയുടെ പ്രാന്തപ്രദേശം, അടിച്ചിപ്പുഴ പോലെയുള്ള പ്രാന്തപ്രദേശങ്ങളിൽ നമ്മളെത്തുമ്പോൾ അവിടെയുള്ള മുതിർന്ന സ്ത്രീകൾ, പ്രായമുള്ള അമ്മച്ചിമാരും മുതിർന്ന സ്ത്രീകളും പുരുഷന്മാരുടെ പാട്ടിൻ്റെയും വായ്ത്താരിയുടെയും കൊട്ടിൻ്റെയും അകമ്പടിയോടുകൂടി അവർ മുടിയാടി കളിക്കുമ്പോൾ സാധാരണ പാടുന്നൊരു പാട്ടുണ്ട്. ഞങ്ങളതിന് കിളിയേറ് പാട്ട് എന്നാണ് പറയാറ്. കിളിയേറ് പാട്ട്. കല്ലട് പെണ്ണെ കൊഴിയട് പെണ്ണെ പോകാം പെണ്ണെ കിളിയറിയാൻ, കല്ലട് പെണ്ണെ കൊഴിയട് പെണ്ണെ പോകാം പെണ്ണെ കിളിയറിയാൻ, ഏലേലേലുനി നമ്പിന പുകിലേലേലുനി നമ്പിന തന ദിന ദീന ദിന ദിന തന ദിന ദിന തന്നാന, തന ദിന ദീന ദിന ദിന തന ദിന ദിന തന്നാന. ഇതിനകത്ത് തിനയും ധിനയും ഉണ്ട്. തന തിന തീന, അത് തിന എന്ന് പറയുന്ന ധാന്യം തന്നെയാണ്. താന എന്ന് പറയുന്നത് താളവും തിന എന്ന് പറയുന്നത് ധാന്യവുമാണ്. തന തിന ധീന, തിന ധിനയായി മാറി. തന തിന ദീന ദിന ദിന തന ദിന ദിന തന്നാന, തന ദിന ദീന ദിന ദിന തന ദിന ദിന തന്നാന. കുട്ടാമ്പളെ കല്ലു പറക്കടി പോവടി പെണ്ണ കിളിയെറിയാൻ,
കൊട്ടാമ്പാളെ കല്ലു പിറക്കടി പോവാടി പെണ്ണ കിളി എറിയാൻ. ഇത് ചെറിയ കഥയൊന്നുമല്ല. ഇത് ആയിരത്താണ്ടുകളോളം നീളമുള്ള കഥയാണ് ഈ 10-16 വരിയിൽ പറഞ്ഞിരിക്കുന്നത്. വലിയൊരു കഥയാണ്. പാള കോട്ടിയെടുക്കുന്നതിനെയാണ് കൊട്ടാമ്പാള എന്ന് പറയുക. പണ്ട് നമ്മൾ കിണറിൽ നിന്ന് കുളങ്ങളിൽ നിന്ന് വെള്ളം കോരാനൊക്കെ കൊട്ടാമ്പാളയാണ് ഉപയോഗിക്കാറ്. നമ്മുടെ ഭക്ഷ്യവസ്തുക്കളൊക്കെ ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കാനായി നമ്മൾ നമ്മുടെ വീടുകളിൽ പാള ഉപയോഗിക്കുമായിരുന്നു. അത് പാള കോട്ടി ഉണ്ടാക്കുന്ന ഒരു പാത്രം, അതിന് കൊട്ടാമ്പാള എന്ന് പറയും. കൊട്ടാമ്പാള അത് പല രീതിയിലുണ്ട്. എന്തായാലും കെട്ടിയ മാലൻ പെണ്ണിനോട് പറയുന്നതാണ് പാട്ട്. കൊട്ടാമ്പാളെ കല്ലു പിറക്കടി പോവാടി പെണ്ണ കിളി എറിയാൻ, കൊട്ടാമ്പാളെ കല്ലു പിറക്കടി പോവാടി പെണ്ണ കിളി എറിയാൻ. നമ്മുടെ ധാന്യങ്ങളിലെല്ലാം 4 കിളികൾ ചേർന്ന് തിന്ന് നശിപ്പിക്കുന്നു. അതുകൊണ്ട് ആ കിളികളെ എറിഞ്ഞ് ഓടിക്കണം. അതിന് നീ കല്ലും കൊഴിയും എടുക്കേ. അല്ല, നമ്മൾ തന്നെയല്ല പ്രകടനത്തിന് പോകുന്നത്, അല്ലെങ്കിൽ ധർണയ്ക്ക് പോകുന്നത്. നീയും വരണം, നമുക്ക് 2 പേർ കൂടെ പോകാം. നീ വീട്ടിൽ പിള്ളേരെ നോക്കി അവിടെ ഇരിക്കും, ഞാൻ പോയിട്ട് വരാമെന്നല്ല. നീയും ആയുധം എടുക്ക്, ഞാനും കൂടെ, നമുക്ക് 2 പേർ കൂടെ പോവാം. നമ്മൾ ആയുധമെടുത്ത് നമുക്ക് പോരാടാം, അല്ലേ? കല്ലെടു പെണ്ണെ കൊഴിയെടു പെണ്ണെ പോകാം പെണ്ണെ കിളി എറിയാൻ, കല്ലെടു പെണ്ണെ കൊഴിയെടു പെണ്ണെ പോകാം പെണ്ണെ കിളി എറിയാൻ. അപ്പോൾ തെറ്റാമ്പാടി എഴുവനം കൊട്ടേലെഴുതലമല, തെറ്റാമ്പാടി തെറ്റാൻ പോകാമെടി. തെറ്റാൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഗണ്ണിന് തുല്യമായ ഒരു സാധനമാണ് തെറ്റാലി. അത് പലതരം തെറ്റാലിയുണ്ട്. ആനയെ തെറ്റുന്ന തെറ്റാലിയുണ്ട്, അത് കവണത്തെറ്റാലിയാണ്. ഞങ്ങളൊക്കെ തെറ്റിയിട്ടുണ്ട്. ഇങ്ങനെ തെറ്റിച്ചു വിടും. ആനയുടെ കൊമ്പിരിക്കുന്ന ഭാഗത്ത് ചെന്ന് ആ പല്ല് കൂട്ടി ചെന്ന് കല്ല് കൊള്ളും. ആന ഒരൊറ്റ കാറിൽ കയറി നേരെ മടങ്ങി ഓടും. അപ്പോൾ പലതരം തെറ്റാലിയുണ്ട്. അതിലൊന്നെടുക്കാൻ തെറ്റാമ്പാടി 7 അല്ലേ, 7 മലകളിൽ തിനവധിച്ചിട്ടുണ്ട്. അത് 4 കിളികൾ ചേർന്ന് ആ കിളിക്കൂട്ടങ്ങൾ ഇത് തിന്ന് നശിപ്പിക്കുന്നു. അതുകൊണ്ട് നീ കല്ലും കൊഴിയും തെറ്റാലിയും എടുക്കുക, നമുക്ക് പോകാം, ആ കിളികളെ എറിഞ്ഞ് ഓടിക്കാം എന്ന് പറയുന്ന കഥപ്പാട്ട്. അപ്പോൾ ഏതാണ് ഈ 4 കിളി? ചുണ്ടു ചുവന്ന കിളി, ഇറകിൽ പുള്ളിയുള്ള കിളി, കഴുത്തിൽ മാലയുള്ള കിളി, ഭാഷ 18 പഠിച്ച കിളി. ഇങ്ങനെ 4 തരം കിളികളാണ്. അതെന്തൊരു കിളിയാണ്. നമ്മൾ ധാരാളം കിളികളെ കണ്ടിട്ടുണ്ട്. ഈ ഭാഷ പഠിച്ച കിളി ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം എഴുത്തച്ഛൻ അങ്ങനെ ഒരു മറിമായം കാട്ടിയത്. ഭാഷ പരിചയമുള്ള കിളികളുണ്ടാവാം, ആവട്ടെ എന്തുമാവട്ടെ. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പെണ്ണെറിയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എറികിലോ പെണ്ണ് മേലായ ലോകത്തെറിവേന, എറികിലോ പെണ്ണ് കീഴായ ലോകത്തെറിവേന. അതേത് കിളിയാ? മേലായ ലോകത്തേക്കും കീഴായ ലോകത്തേക്കുമാണ് എറിയുന്നത്. 3 ലോകത്തെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. മേലു ലോകം, കീഴ് ലോകം, ഇടയി ലോകം. നമ്മളൊക്കെ ഇപ്പോൾ ഇടയി ലോകത്താണ് ഉള്ളത്. വടക്കേ മലബാറിൽ, പ്രത്യേകിച്ച് വയനാടൻ പ്രദേശങ്ങളിൽ ഉള്ള ഗോത്ര സമൂഹങ്ങൾ പറയുന്നത് അവർക്ക് മരണമില്ല എന്നാണ്. അവരിവിടുന്ന് കീഴ് ലോകത്തേക്ക് പോകും. അവിടെ സ്ഥലമുണ്ട്, അവിടെ പണി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പണിയൊക്കെ ചെയ്യണം. അവിടുന്ന് മേൽ ലോകത്തേക്ക് പോകും. അവിടെയും ഭൂമിയൊക്കെ ഉണ്ട്, അവിടെയും പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോൾ ഇടയി ലോകത്ത് വരും, വീണ്ടും കീഴ് ലോകത്ത് പോകും. ഇങ്ങനെ ഇടയി ലോകവും കീഴ് ലോകവും മേൽ ലോകവുമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ വൃക്ഷങ്ങളെ വെട്ടിമുറിക്കാനാവില്ല, അവരെ ദ്രോഹിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് മുൻപ് ഇങ്ങനെ ഈ കീഴ് ലോകവും മേൽ ലോകവും ചുറ്റി ഇടയി ലോകത്ത് വന്നു നിൽക്കുന്ന പക്ഷിപ്പറവകളെയും ജീവരാശികളെയും മറ്റിതര എൻ്റെ സഹജീവികളെയും എനിക്ക് നോവിക്കാനോ വേദനിപ്പിക്കാനോ എനിക്കാവില്ല.
എന്ന് പറയുന്നൊരു വിശ്വാസമുണ്ട്. എന്തായാലും കൊള്ളാം, പെണ്ണ് എറികില്ല പെണ്ണ് മേലെ ലോകത്തെറിവേന, എറികില്ല പെണ്ണ് കീഴായ ലോകത്തെറിവേന. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കിളിയല്ല ഇത്, വേറെ ഏതോ കിളിയാണ്. ഇത് മറ്റേതോ ഭൂമി, സ്വർഗം, പാതാളം, അങ്ങനെ എന്തോ സംഭവമാണിത്. കഴുത്തിൽ മാലയുള്ള കിളി, ചുണ്ടി ചുവന്ന കിളി, ഇറകിൽ പുള്ളിയുള്ള കിളി, ഭാഷ 18 പഠിച്ച കിളി. ഇത് കണ്ടുപിടിക്കാൻ ഒത്തിരി കാലം വേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ വയനാട്ടിലൂടെ, വടക്കേ മലബാറിലൂടെ സഞ്ചരിച്ചപ്പോഴാണ് ഓന്തുപാട്ട് കേട്ടത്. അതും ഇതുപോലെ ഒരു കഥപ്പാട്ടാണ്. എന്താ ഓന്തുപാട്ട്? വെള്ളോന്ത്, പില്ലോന്ത്, മരയോന്ത്, പാറോന്ത്. ഈ വെള്ളോന്തും പില്ലോന്തും മരയോന്തും പാറോന്തും ചേർന്ന് വണ്ണക്കാൻ്റെ മാതയുടെയും മണ്ണും മാനവും സർവവും അപഹരിക്കുന്നു. അവർ മുച്ചൂടും മുടിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നു 4 ഓന്തുകൾ. അങ്ങനെ ഈ കേൾവട്ടൻ ഓന്തിനെ പിടിക്കുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേൾവട്ടൻ ഓന്തിനെ പിടിക്കുന്നേ. അപ്പോൾ വെള്ളോന്തിനെ പിടിക്കാൻ ചെല്ലുമ്പോൾ അത് വെള്ളത്തിൽ ചാടി രക്ഷപ്പെടും. മരയോന്തിനെ പിടിക്കാൻ ചെല്ലുമ്പോൾ അത് മരത്തിൽ കയറി രക്ഷപ്പെടും. പാറോന്തിനെ പിടിക്കാൻ ചെല്ലുമ്പോൾ അത് പാറയുടെ അള്ളിൽ കയറി ഒളിക്കും. പില്ലോന്തിനെ പിടിക്കാൻ ചെല്ലുമ്പോൾ അത് പുല്ലിനകത്ത്. ഒരു തരത്തിലും ഒരു രക്ഷയില്ല. ഈ ഓന്തിനോട് ഏറ്റുമുട്ടാൻ യാതൊരു മാർഗമില്ല. ഈ ഓന്തുകൾ ഭയങ്കര ശല്യമായി തീർന്നിരിക്കുന്നു. ഇവരെ ഇല്ലായ്മ ചെയ്യാതെ അത് അടങ്ങില്ല എന്ന് തീരുമാനിച്ചുറച്ചിരിക്കുന്നു. ഒടുവിൽ നായ്പ്പടയെ കൂട്ടുപിടിച്ചു. നായ്പ്പടയെ കൂട്ടുപിടിച്ചിട്ട് ഈ ഓന്തുകളോട് മല്ലടിച്ചു. നായ്പ്പടയെ മുഴുവൻ കൊന്നൊടുക്കി ഈ ഓന്തുകൾ. പൂച്ചപ്പടയെ കൂട്ടുപിടിച്ചു. പൂച്ചപ്പടയെ മുഴുവൻ കൊന്നൊടുക്കി ഈ 4 ഓന്തുകൾ. ഒടുവിൽ നായ്പ്പടയും പൂച്ചപ്പടയും വെണ്ണക്കാനും മാതയും കൂടി ഒരു ഐക്യമുന്നണി ഉണ്ടാക്കി, ഒരു കോർഡിനേഷൻ ഉണ്ടാക്കി. എന്നിട്ട് ഇവർ ഒരുമിച്ച് ഒന്നായി ചേർന്ന് നിന്ന് ഈ ഓന്തുകളോട് ഏറ്റുമുട്ടി എന്നാണ് ഓന്തുപാട്ട്. ഇതൊരു കഥപ്പാട്ടാണ്, വളരെ ദൈർഘ്യമുള്ള കഥപ്പാട്ടാണ്. ഇപ്പോൾ അമ്മൂമ്മയുടെ കുഞ്ഞിപ്പാട്ടിൽ നിന്ന് നമ്മളിപ്പോൾ ഓന്തുപാട്ട് വരെയായി. ഇനി ഇത്തരം പാട്ടുകൾ എത്രയാണ്? ഇത്തരം പാട്ടുകളുടെ ഒരു ഘോഷയാത്ര തന്നെയുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നെല്ലുണ്ടായതിനെ പറ്റിയൊരു കഥപ്പാട്ടുണ്ട്. അത് എത്ര പേര് ഇതിന് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. നെല്ലുണ്ടായതിനെക്കുറിച്ച് ഒത്തിരി കഥകളുണ്ട്. കേരളത്തിലെ ധാന്യവിളകളും മേലാദായം, കുറുമ്പൂപ്പ് ഇങ്ങനെയുള്ള വിളകൾ വന്നെത്തിയത് എങ്ങനെയൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് പരാമർശിക്കുന്ന പല രേഖകളും പല പുസ്തകങ്ങളുമൊക്കെ നമുക്ക് ഇന്ന് ലഭ്യമാണ്. പക്ഷേ നെല്ലുണ്ടായതിനെ പറ്റിയൊരു കഥപ്പാട്ടുണ്ട്. ആ നെല്ലുണ്ടായതിൻ്റെ കഥപ്പാട്ട് പാടി പരിചയപ്പെടുത്താൻ ഇപ്പോൾ സമയമില്ല. അതിൻ്റെ ഒരു സംഗ്രഹം ഞാൻ പറയാം. വള്ളവൻ എന്ന് പറയുന്ന ഒരാൾ, വള്ളവൻ എന്ന് പറയുമ്പോൾ ഒന്നിലധികം അർത്ഥമുണ്ട്. വള്ളവന് ഈശ്വരൻ, പരമശിവൻ, നിലത്തിൻ്റെ ഉടമ, പുലയൻ, ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട് വള്ളവൻ എന്ന പദത്തിന്. അതൊക്കെ ഭാഷാ നിഘണ്ടു എടുത്ത് പരിശോധിച്ച് അല്ലെങ്കിൽ ശബ്ദധാരാവലി എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഒത്തിരി അർത്ഥമുണ്ട് വള്ളവന്. അപ്പോൾ വള്ളവൻ്റെ മുറ്റത്ത് ഒരു കൂട്ടം സസ്യം ഇങ്ങനെ വളർന്നു വന്നു. അന്നോളം കണ്ടിട്ടില്ലാത്തൊരു കൂട്ടം സസ്യം. ഇത് പാട്ടാണ്, പക്ഷേ എവിടെയും ഈ പാട്ട് തേടിപ്പോയാൽ നിങ്ങൾക്ക് കണ്ടു കിട്ടാൻ പ്രയാസമാവും. ഒരു പാട്ടുപുസ്തകത്തിലും ഒരു കവിതാ സമാഹാരത്തിലും ഉള്ള പാട്ടല്ല ഇത്. അപ്പോൾ ഈ കൂടി ഇവിടെ വളർന്നു നിൽക്കുന്ന ഈ സസ്യം കണ്ടിട്ട് അന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു കൂട്ടം സസ്യം, നല്ല മനോഹരമായ സസ്യം. അത് വള്ളവൻ്റെ മകള് ഒരു കൊച്ചു പെണ്ണുണ്ട്. അവൾ കല്യാണമൊന്നും കഴിച്ചതല്ല.
കല്യാണപ്രായമൊക്കെ ആയി നിൽക്കുന്ന ഒരു പെണ്ണാണ്. കുഞ്ഞിക്കുളിരി എന്നാണ് അവിടെ പേര്. ഇത് കുഞ്ഞിക്കുളിരി ഇത് കണ്ടു. കുഞ്ഞിക്കുളിരിയാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത്. കണ്ടിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇത് കണ്ടോ, നമ്മുടെ ഈ ആൽമരച്ചോട്ടിലൊരു കുറച്ച് സസ്യം കിളുത്ത് നിൽക്കുന്നത്. ഇതിനു മുമ്പ് നമ്മളിത് കണ്ടിട്ടില്ലല്ലോ. അച്ഛനോട് നോക്കിയപ്പോൾ ശരിയാ, അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. ഇവരൊരു അരുവിയുടെ തീരത്താണ് താമസിക്കുന്നത്. കണ്ടിട്ടില്ല. അപ്പോൾ വളരെ നല്ല ഫലഭൂയിഷ്ടമായൊരു ഭൂമികയിലാണ് ഇവരുടെ താമസം. അപ്പോൾ ഇവരിതിനെ പോറ്റി വളർത്തി. ഇത് വലുതായി, തണ്ടുരുണ്ടു, ഇല പരന്നു, അതിൻ്റെ കൊതുമ്പായി, കുല വിരിഞ്ഞു, കതിര് വഴങ്ങി. അങ്ങനെ ഇത് കൂട്ടമായി അങ്ങനെ കതിര് വഴങ്ങി നിൽക്കുമ്പോൾ നാട്ടുപ്രമാണിമാരിത് കണ്ടു, കരനാഥന്മാർ കണ്ടു, കരക്കാണികൾ കണ്ടു. അപ്പോൾ വള്ളവനോട് ചോദിച്ചു, എന്താ ഇത്? എനിക്കറിയില്ല, ഇതിങ്ങനെ ഇവിടെ ഇങ്ങനൊരു സസ്യം കണ്ടു, ഞങ്ങളത് നശിപ്പിക്കാതെ അത് പോറ്റി വളർത്തി. അത് വലുതായപ്പോൾ ഇത് ഇങ്ങനെ ഒരു ധാന്യം, ഇതൊരു കായ ഉണ്ടായി, വളരെ മനോഹരമായി. അപ്പം നെല്ല് ഇങ്ങനെ കൊല മറിഞ്ഞ് നിൽക്കുന്നു. അതിനകത്ത് എത്ര മനോഹരമായിട്ടാണ് ഈ പാട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ അമ്പോലിയില പരക്കുന്നേ തര വെള്ളി പോലെ തണ്ടുരുളുന്നേതോതാര, വെള്ളി പോലെ തണ്ടുരുണ്ടു, ഈയം പോലെ ഇല പരന്നു. അപ്പോൾ നമ്മൾ രാവിലെ ഈ നെൽകൃഷി ചെയ്തിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അതിരാവിലെ നമ്മൾ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ സൂര്യകിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്ന ആ സമയത്ത് നെൽവയലിലേക്ക് നോക്കിയാൽ നല്ല വെള്ളിമുത്തുകൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാണാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ പാട്ടുകാരങ്ങനെ പറഞ്ഞത്, ഈയം പോലില്ല പരന്നു എന്ന് പറഞ്ഞത്. അവർക്കൊരു പക്ഷേ ഈ വെള്ളിയെപ്പറ്റി സ്വർണ്ണത്തെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ലാത്ത കൊണ്ടായിരിക്കാം ഈയം പോലെ. ഈയത്തെപ്പറ്റി അവർക്കറിയാം. കാരണം നമ്മുടെ ഈ ചെമ്പ് പാത്രങ്ങളൊക്കെ ഈയം പൂശുമ്പോൾ അതിനകത്ത് നിന്ന് ഈയം ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നത് നിങ്ങളിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പ്രായമുള്ളവർക്കറിയാം. ഈയക്കട്ട ഈ ചെമ്പ് കലത്തിനകത്തിട്ടിട്ട് ചെമ്പ് പഴുപ്പിച്ചിട്ട് ഈയം പൂശും. ഈയം പൂശാനുണ്ടോ ഈയം എന്നും പറഞ്ഞിങ്ങനെ ഈയം പൂശുകാർ നമ്മുടെ വീട്ടുപടിക്കലൂടെ വരും. അപ്പോൾ നമ്മൾ ക്ലാവ് പിടിച്ച ചെമ്പ് പാത്രമൊക്കെ എടുത്ത് ഈയം പൂശാൻ കൊടുക്കും. അപ്പോൾ ആ ഈയത്തോടാണ് ഈയം പോലില്ല പരന്നു, വെള്ളി പോലെ തണ്ടുരുണ്ടു, പിന്നെ പൊന്നു പോലെ കാവഴങ്ങി. അങ്ങനെ വഴങ്ങി നിൽക്കുമ്പോഴാണ് ഈ കരനാഥന്മാരിത് കണ്ടിട്ട് പറഞ്ഞു, നാളെ സൂര്യോദയത്തിന് മുൻപ് ഇതെന്താണെന്ന് പറഞ്ഞില്ല എങ്കിൽ നിന്നെ കൊന്നുകളയും. ഇത് കരനാഥൻ്റെ ആജ്ഞയാണ്, ഉത്തരവാ. പിന്നെ വള്ളവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എൻ്റെ മകൾ അനാഥയാകും, ഇതെന്താണെന്ന് ഞാൻ എങ്ങനെയാണ് പറയുക? ഇവർക്കറിയില്ല, കുഞ്ഞുകുളിരിക്കറിയില്ല, വള്ളവനറിയില്ല എന്താണ് ഈ വളർന്ന് കുല തൂങ്ങി നിൽക്കുന്നത് എന്നറിയില്ല. പിന്നെ ജലപാനം വരെ ഉപേക്ഷിച്ച് വള്ളവൻ കിടപ്പിലായി. അന്ന് മൂന്നും കൂടുന്ന മൂവന്തിയായപ്പോൾ കുഞ്ഞുകുളിരി വെള്ളമെടുക്കാനായിട്ട് തണ്ണിക്കുടവുമായി അരുവിയുടെ തീരത്തെത്തി. അവിടെ ഇരുന്നു. അവിടെ ഇരുന്ന് വെള്ളം കോരാനായി പോയി ഇരിക്കുമ്പോൾ അക്കരെ കാട്ടിലെ കാടര് ഇക്കരെ കാട്ടിലെ കാടരോട് പറയുന്ന ഒരു കഥ കേട്ടു. ഇത് പഴമ്പാട്ടാണ്, ഒരു പഴയ കഥപ്പാട്ടാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ പോകേണ്ടതില്ല. കാടര് എന്ന് പറഞ്ഞാൽ കുറുക്കൻ. നല്ല ശ്രുതിമധുരമായി കൂവാനറിയാവുന്ന കൂട്ടമാണ് കുറുക്കൻ കൂട്ടം. നമ്മൾ വിചാരിക്കും കുറുക്കൻ കൂവുന്ന പോലെ കൂവുന്നു എന്ന് പറയൂലേ നമ്മൾ കൂവുമ്പോൾ, നീ ഇനി കുറുക്കൻ കൂവുന്ന പോലെ കൂവാതെ എന്ന് പറയും. കുറുക്കനെ നമ്മൾ ആക്ഷേപിക്കാറുണ്ട് അടച്ച്. പക്ഷെ അത്രയും ശ്രുതിമധുരമായി കൂവുന്ന അനുസരണയുള്ള ഒരു ജീവി വേറെ ഇല്ല. കാരണം തലക്കുറുക്കൻ കൂവുന്ന അതേ ശ്രുതിയിലെ കൂട്ടക്കുറുക്കന് കൂവാൻ അവകാശമുള്ളൂ. അത് തലക്കുറുക്കൻ ആദ്യം കൂവി കേൾപ്പിക്കും. ആ ശ്രുതിയിലായിരിക്കും കൂട്ടക്കുറുക്കൻ കൂവുന്നത്. നല്ല നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കോളൂ. ഇത് പരിശോധിച്ച് ആളായി പറയുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ
അക്കരെ കാട്ടിലെ കാടൊരു കൂട്ടം എന്താ ഇക്കരെ കാട്ടിലെ കാടൊരു കൂട്ടത്തോട് പറഞ്ഞത്? നാളെ നമുക്കൊരു തീമ്പതമുണ്ടെന്നേ തീനെന്തോ ധാര. നാളെ നമുക്കൊരു തീമ്പതം ഉണ്ടെന്ന്. തീമ്പതം എന്ന് പറഞ്ഞാൽ ഒരു മൃഷ്ടാന സദ്യ, നല്ല ഭക്ഷണം. നമുക്ക് കൊതി തീരെ ആവോളം കഴിക്കാം. നാളെ നല്ല നല്ല സ്വാദിഷ്ടമായൊരു സദ്യ നാളെ നമുക്കുണ്ണാം. എന്താണ് ആ സദ്യ? വള്ളോൻ്റെ മുറ്റത്തൊരു കൂട്ടം സസ്യം വളർന്ന് കുലച്ചു നിൽക്കുന്നു. അതെന്താണെന്ന് അവർക്കറിയില്ല, അത് നമുക്കല്ലേ അറിയൂ. 1001 അന്നത്തത്തകൾ അരിയപ്പൂ നാട്ടിൽ പോയി 1001 അണികതിരി കൊത്തിക്കൊണ്ടുവന്ന് വള്ളോൻ്റെ മുറ്റത്തെ ആലിൻ്റെ വടക്കോട്ടുള്ള കൊമ്പത്തിരുന്ന് 1 മണി 2 മണി കൊത്തിക്കുറച്ച് തിന്നപ്പോൾ ഉതിർന്നു വീണ ഉതിർമണികളാണ് ഈ സസ്യമായി വളർന്ന് കുലച്ച് നിൽക്കുന്നതെന്നും അത് നെല്ലാണെന്നും നമുക്കല്ലേ അറിയൂ, അത് വള്ളോനറിയില്ലല്ലോ. അതുകൊണ്ട് നാളെ രാവിലെ കരനാഥന്മാർ വരുമ്പോൾ ഇവൻ എന്തു പറയും? ഇവന് പറയാനറിയില്ലല്ലോ. അവനെ കൊല്ലും. കൊന്നു കഴിഞ്ഞാലോ അവരുടെ സമ്പ്രദായമനുസരിച്ച് കാട്ടിലേക്ക് വലിച്ചെറിയും. നമുക്ക് നാളെ തിന്നാം, വള്ളവനെ തിന്നാം. ഇതാണ് അക്കരക്കാട്ടിലെ കാടൻ ഇക്കരക്കാട്ടിലെ കാടനോട് പറഞ്ഞ കഥ. ഈ കഥ കുഞ്ഞിക്കുളിരി വെള്ളം കോരാൻ പോയപ്പോൾ കേട്ടു. അവൾ വെള്ളവുമായി ഓടി വീട്ടിലെത്തി അച്ഛനോട് പറഞ്ഞു, അച്ഛനിങ്ങനെ പട്ടിണി കിടക്കൊന്നും വേണ്ട, അച്ഛനെ ഭക്ഷണം കഴിക്കുക, കഞ്ഞി കുടിക്കുക, വാ. എൻ്റെ കുഞ്ഞെ, നിനക്ക് നാളെ അച്ഛനില്ലാതെയാവും, നീ ഒറ്റപ്പെടും, നീ അനാഥയാവും. എൻ്റെ ജീവൻ നാളെ സൂര്യോദയം വരേ ഉള്ളൂ, എനിക്ക് ആയുസുള്ളൂ. ഇല്ലച്ഛാ, അതെന്താണെന്ന് ഞാൻ അറിഞ്ഞു, എനിക്കറിയാം. കഥ പറഞ്ഞ് അക്കരെ കാട്ടിലെ കാടര് പറഞ്ഞ കഥ അച്ഛനെ പറഞ്ഞ് കേൾപ്പിച്ചു കുഞ്ഞുകുളിരി. പിറ്റേന്ന് കരുനാഥന്മാർ വന്നപ്പോൾ ഈ കഥ പറഞ്ഞ് അവൻ രക്ഷപ്പെട്ടു. ഇതൊരു ചെറിയ കഥയല്ല. നെല്ലുണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ, ഇത് കുഞ്ഞിക്കുളിരി മെനഞ്ഞ കഥയല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇങ്ങനെയാ നെല്ലുണ്ടായതെന്ന് നമ്മൾ വിശ്വസിക്കണോ? 1001 ഇത് ഈ പാട്ട് കേട്ടിട്ടുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് ചേർന്ന് പാടിയാലും കുഴപ്പമില്ല. 1001 അന്നത്തമാരെ. ഇത് ഈ അമ്മമാരൊക്കെ പാടുമ്പോൾ ഇങ്ങനെ ഈ തൊണ്ട കൊണ്ടാണ് പാടുന്നത്. അങ്ങനെ പാടി കേട്ട് അങ്ങനെ ശീലമായിപ്പോയി. 1001 അന്നത്തമാരെ തീനെന്തോ ധാര, 1001 അന്നത്തമാരെ തീനെന്തോ ധാര. വലിയ അമ്മച്ചിമാർക്കല്ലേ ഇത് പാടി പഠിപ്പിക്കാൻ പറ്റൂ. 1001 അണികതിരെ തീനെന്തോ ധാര, 1001 അണികതിരെ തീനെന്തോ ധാര. ഇതാണ് നമ്മുടെ ഉള്ളിലേക്ക് തറയ്ക്കുന്ന കഥപ്പാട്ട്. അങ്ങനെ തറച്ച കഥയാണ് ഞാനിത് പറഞ്ഞത്. അങ്ങനെ കുഞ്ഞിക്കുളിരി ആദ്യമായി ഉണ്ടാക്കിയ കഥയാണ് നെല്ലിൻ്റെ കഥ. കാരണം അവിടെ അനാഥത്വം, അച്ഛൻ്റെ ജീവനെ നിലനിർത്തേണ്ട ബാധ്യത, അച്ഛനെ രക്ഷിക്കേണ്ട ബാധ്യതയും അവിടെ അനാഥത്വത്തിന് ഉത്തരവും കണ്ടെത്തേണ്ട ബാധ്യത, നിർബന്ധം കുഞ്ഞുകുളിരുടേതാണ്. അപ്പോൾ കുഞ്ഞുകുളിരിക്ക് കഥ ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ കുഞ്ഞുകുളിരിയും കഥയുണ്ടാക്കി, നെല്ലിൻ്റെ കഥ. ഇത് വളരെ ദൈർഘ്യമുള്ള ഒരു കഥാഗാനമാണ്. ഈ കേരളത്തിൽ നെല്ലെങ്ങനെ ഉണ്ടായി എന്ന് പറയുന്ന കഥ. ഇത് ഈ പറയ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഈ പാട്ടുപാടി വയലേലകളിൽ പണിയെടുത്തിരുന്നത്. ഈ നെല്ലിൻ്റെ കഥപ്പാട്ട് പാടി പണിയെടുത്തിരുന്നത് അവരാണ്. പിന്നെ തെക്കൻ കേരളത്തെ സംബന്ധിച്ചും വടക്കൻ കേരളത്തെ സംബന്ധിച്ചും എണ്ണിയാൽ ഒടുങ്ങാത്ത വണ്ണം പാടിയാലും പറഞ്ഞാലും തീരാത്ത വണ്ണം വായ്മൊഴി പാട്ടുകൾ, കഥപ്പാട്ടുകൾ നിരവധി അനവധിയാണ്. അതൊന്നും നമുക്കിങ്ങനെ ഒരു വേദിയിൽ ഒരു സദസ്സിൽ പാടി പറഞ്ഞ് തീർക്കാൻ ആവുന്ന പാട്ടുകളല്ല. ഇപ്പോൾ
നമ്മൾ ഈ സിനിമയിലൂടെയും അല്ലാതെയുള്ള സാംസ്കാരിക വേദികളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പാട്ടാണ് ഈ അപ്പാ നമ്മുടെ കുമ്പളത്തൈ എന്ന് പറയുന്ന പാട്ട്. ആ പാട്ട് ഞാൻ ആദ്യമായി പാടിയത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ജയരാജ് സാറിൻ്റെ ഏതോ ഒരു സിനിമയ്ക്കാണ് ഞാൻ അത് ആദ്യമായി പാടുന്നത്. പക്ഷേ അതിൽ പാടിയിരിക്കുന്നത് എൻ്റെ ഒരു സംഗീതത്തിലാണ്. പക്ഷേ ആ പാട്ട് കിടക്കുന്നത് അപ്പാ നമ്മുടെ കുമ്പളത്തൈ അമ്മേ നമ്മുടെ ജീരകത്തൈ, ഇങ്ങനെ താളാത്മകമായി പറഞ്ഞു പോകുന്നൊരു പാട്ടാണത്. പക്ഷെ അത് ഉറുമിയിലും ആദ്യമായി ജയരാജ് സാറിൻ്റെ സിനിമയിലാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഉറുമിയിലോ ഒക്കെ വന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വേറെ ഏതോ സിനിമയിലൊക്കെ വന്നു. ഞാനങ്ങനെ അധികം സിനിമ കാണുന്ന ആളല്ലാത്തതുകൊണ്ട് അതൊന്നും ഓർമ്മ നിൽക്കില്ല. അപ്പാ നമ്മ അത് കേട്ടിട്ടുണ്ടാകും ഇല്ലേ? അപ്പാ നമ്മുടെ കുമ്പള അമ്മേ നമ്മടെ ചീരകത്തൈ അപ്പാ നമ്മുടെ, ഈ സംഗീതം ഞാൻ കൊടുത്താണ്. അപ്പാ നമ്മുടെ കുമ്പളത്തൈ അമ്മേ നമ്മുടെ ജീരകത്തൈ അല്ല ക്ഷീരകത്തൈ, കുമ്പളം പൂത്തതും കായ പറിച്ചതും, കുമ്പളം പൂത്തതും കായ പറിച്ചതും കറിക്കരിഞ്ഞതും, നീ അറിഞ്ഞോ കുഞ്ഞാളി, നീ അറിഞ്ഞോ കുഞ്ഞാളി, നീ അറിഞ്ഞോ കറുത്ത പെണ്ണെ കുഞ്ഞാളി, നീ അറിഞ്ഞോ കറുത്ത പെണ്ണെ. 4 വരിയല്ലേ ഉള്ളൂ. ചെറിയ കഥയാണോ അതിനകത്ത് ആ 4 വരിയിലുള്ളത്? അപ്പാ നമ്മുടെ കുമ്പളത്തൈ അമ്മേ നമ്മുടെ ചിരകത്തൈ, കുമ്പളം പൂത്തതും കായ പറിച്ചതും. കുമ്പളം പൂത്തു, കായ പറിച്ചു, കറിക്കരിഞ്ഞു. ഇതൊന്നും കുഞ്ഞാളി അറിഞ്ഞില്ല, കുഞ്ഞാളിയുടെ അച്ഛനും അറിഞ്ഞില്ല, അമ്മയും അറിഞ്ഞില്ല. ഇതൊക്കെ സംഭവമൊക്കെ നടന്നു. ഇത് കൊച്ചു കഥയാ. അമ്മൂമ്മപ്പാട്ടിൽ അയ്യപ്പൻ കുഞ്ഞിന് ഉണ്ടാക്കുന്ന അയ്യപ്പത്തിൻ്റെ കഥയിൽ നിന്നല്ലേ നമ്മളിങ്ങോട്ട് പോകുന്നത്. അന്നും ഇന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്നും അതിനൊട്ടും കുറവില്ല. കുമ്പളം പൂക്കും, കായ പറിക്കും, അതരിയും, കറി വയ്ക്കും, കൂട്ടും ഒക്കെ ചെയ്യും. ഇതൊന്നും നമ്മളറിയൂല. അപ്പം ഇതൊരു രാഷ്ട്രീയ കഥയാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു സാമ്പത്തിക കഥാഗാനത്തിൽ നിന്നാണ് തുടങ്ങിയതെങ്കിൽ പിന്നീട് നമ്മൾ ഇങ്ങോട്ട് വിശകലനം ചെയ്ത ഓരോ കഥപ്പാട്ടുകളും അതിവിശാലവും വിപുലവുമായ രാഷ്ട്രീയ കഥകളാണ്, രാഷ്ട്രീയ ചരിത്ര കഥകളാണ്. സാമ്പത്തിക, സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ വിശകലന കഥാഭാഗങ്ങളാണ് നമ്മൾ ഇത്രയും സമയം പാടി പകർന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ആദിവാസി ഗോത്രപാരമ്പര്യം നമ്മളോട് പറഞ്ഞത് ഈ പഴഞ്ചൊല്ല് വല്ലപ്പോഴും നേരം കിട്ടുമ്പോൾ ഒന്ന് ഓർമ്മിക്കാൻ ശ്രമിക്കണം. നീ എഴുത്തച്ഛൻ്റെ പിന്നാലെ പോകുമ്പോൾ നിൻ്റെ ഭാഷ നീ ഒന്ന് പരതി നോക്കണം. നിങ്ങൾക്ക് അന്യോന്യം അറിയാൻ, നിൻ്റെ സഹജീവികളെ തൊട്ടറിയാൻ, നിൻ്റെ ജീവഭൂമികയെ തിരിച്ചറിയാൻ കഴിയുന്നൊരു ജീവഭാഷ നിനക്കുണ്ടായിരുന്നു. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. കാട്ടാന കൂട്ടം കൂടി അമ്മയും കുഞ്ഞുങ്ങളും മാത്രമുള്ള കുടിലിലേക്ക് പാതിരാ നേരത്ത് കൂട്ടം കൂടി വന്ന കാട്ടാനയോട് മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ കുഞ്ഞുങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾക്കെന്താ വേണ്ടെന്ന് വെച്ചാൽ എടുത്ത് പൊയ്ക്കോളണം, ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങളെ
ഞങ്ങളെ പേടിപ്പിക്കരുത്, ഇവിടെ ആരുമില്ല, കുഞ്ഞുങ്ങളുടെ അച്ഛനില്ല ഇവിടെ എന്ന് പറഞ്ഞ വായ്മൊഴി കേട്ട് മടങ്ങിപ്പോയ കാട്ടാനക്കൂട്ടത്തിൻ്റെ നേർക്കാഴ്ച കഥ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അയൽപക്കത്തു നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും വലിയച്ഛൻ്റെയും ജീവിതത്തിൽ നിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല വെയിലും വെട്ടവും വെളിച്ചവും ഉള്ള നേരത്ത് അച്ഛൻ വിയർത്ത് കുളിച്ചോടി വന്നിട്ട് പറയാറുണ്ട്, എടി കൊച്ചേ, എന്തെങ്കിലും തുണി അലക്കി വിരിച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് പാകത്ത് പിള്ളേരോട് പറ, കന്നുകാലി അഴിച്ചു കെട്ടാൻ പറയൂ. ഇപ്പോൾ വലിയ കൊടുങ്കാറ്റും മഴയും വരും, വലിയ പേമാരിയും കൊടുങ്കാറ്റും ഇപ്പോൾ ഉണ്ടാവും. അപ്പോൾ ആ അമ്മയ്ക്ക് തന്നെ ഇങ്ങേർക്ക് ഭ്രാന്താണ്. അപ്പോൾ നല്ല വെട്ടവും വെളിച്ചമുള്ള സമയത്ത് അച്ഛനും ഓടി വന്ന് പറയുന്നത്, അരമണിക്കൂർ കഴിയണ്ട കൊടുങ്കാറ്റും പേമാരിയും വന്നിരിക്കും. അച്ഛനിത് പറയാനുള്ള അറിവ് എവിടുന്നാണ്? അന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊന്നുമില്ലല്ലോ. ഞങ്ങൾ ഇടുക്കിക്കാരാണ്. ഞാൻ ഉടുമ്പൻചോല വനാന്തരത്തിൽ താമസിച്ച ആളാണ്, അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ. ഒരു 3:30-4 മണി വരെ നമുക്ക് തറയിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ മരത്തിൽ കയറണം. മരത്തിൻ്റെ മണ്ടയ്ക്ക് 2 വീടാണ്, ഒന്ന് തറയിൽ ഒരു വീട്, ഒന്ന് മരത്തിൻ്റെ മുകളിലൊരു വീട്, 2 വീടാണ്. അപ്പോൾ 4 മണിയാകുമ്പോൾ മുകളിൽ കയറണം, പിന്നെ കാലത്തെ താഴെ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ അനുഭവ കഥയാണ്, ഇതൊക്കെ പാട്ടുകളാണ്. അങ്ങനെ പാടി പറയുന്നൊരു ശീലമായിപ്പോയി. അപ്പോൾ അച്ഛനത് എങ്ങനെയാണ് പറയുക? അച്ഛൻ വേലപ്പുറത്ത് നിന്നപ്പോൾ അങ്ങ് ദൂരത്ത് മലമുകളിൽ പുൽമേടുകളിൽ തള്ളയാനയും തന്തയാനയും, അത് കൊമ്പനും പിടിയും, കുട്ടിയാനകളെയും കൊണ്ട് പുൽമേടുകളിൽ കയറി മണ്ണ് വാരി കളിക്കുന്ന കാഴ്ച കണ്ടിട്ടാണ് അച്ഛനിത് പറയുന്നത്. അത് നമ്മളെക്കാൾ വിവരമുണ്ട് അവർക്ക്. എന്താണെന്നറിയോ? ഉടനെ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടാകും. കാട്ടിൽ നിന്നാൽ വൃക്ഷങ്ങൾ കടപുഴകി വീഴും, മരച്ചില്ലകൾ ഒടിഞ്ഞ് അപകടമുണ്ടാകും. അതുകൊണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് മലമുകളിൽ കയറിക്കൊള്ളാൻ അവർ സിഗ്നൽ കൊടുക്കും. അങ്ങനെയാണ് ആന കൂട്ടമായി കുഞ്ഞുങ്ങളോടൊപ്പം മലമുകളിൽ കയറി കളിക്കുന്നത്. ഇത് കണ്ടിട്ടാണ് അച്ഛൻ വന്ന് പറയുന്നത്. അച്ഛനിത് കണ്ടാൽ മനസ്സിലാകും, ഇപ്പോൾ വലിയ കാറ്റും മഴയും ഉണ്ടാകും. അതുകൊണ്ടാണ് ആന മലമുകളിൽ കയറിയത് എന്ന ജീവിത പാഠം അച്ഛനറിയാം. അതുകൊണ്ടാണ് വന്ന് പറയുന്നത്, പെട്ടെന്ന് റെഡിയായിക്കോ, മഴയും കാറ്റ് വരും, ഇപ്പോൾ ഉടനെ വരും. ഇത് എഴുത്താച്ചാൻ പഠിപ്പിക്കുന്ന അറിവല്ല, അത് മണ്ണറിവാണ്. മണ്ണറിവ്, മഴയറിവ്, പുഴയറിവ്, പൂവറിവ്, കാടറിവ്, കടലറിവ്, ഇതൊന്നും എഴുത്താശാനിൽ നിന്ന് കിട്ടുന്ന അറിവുകളല്ല. അതുകൊണ്ട് ഇത്തരം അറിവിൻ്റെ പാഠശാല എന്ന് പറയുന്നത് ഈ പ്രകൃതിയാണ്, ഈ പ്രപഞ്ചമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജീവരാശികളോടൊപ്പം ജീവിക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ അംശമായി തീർന്നിരിക്കുന്ന, ഇതിൻ്റെ ഭാഗമായിരിക്കുന്ന നിങ്ങൾക്ക് അന്യോന്യം സംവദിക്കാൻ കഴിയുന്നൊരു ഭാഷയുണ്ട്. ആ ഭാഷയുടെ പേരാണ് ജീവഭാഷ. അത് മറന്നു പോകരുത് എന്ന ഓർമ്മിപ്പിക്കലാണ്. നീ എഴുത്തച്ഛൻ്റെ അടുത്ത് പോയി എഴുത്ത് പഠിക്കുമ്പോൾ നിൻ്റെ ഭാഷ നിനക്ക് കൈമോശം വരരുത്. എന്നെയും നിങ്ങളെയും ഇപ്പോൾ ഇവിടെ ഇരുത്തുന്നൊരു താളമുണ്ട്. എൻ്റെ താളത്തിലാണിപ്പോൾ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ താളത്തിലാണിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകരിപ്പോൾ ആംബുലൻസ് വിളിക്കേണ്ടി വരും. ചിലപ്പോൾ നേരിയ വേരിയേഷൻ ഉണ്ടാവാം, പക്ഷേ എങ്കിലും താളം ഒന്നാണ്. ഈ അതിരില്ലായ്മയെക്കുറിച്ചാണ് പാക്കനാർ പാട്ടിൻ്റെ ആദ്യ വരി സൂചിപ്പിച്ചതും. ആദിയില്ലല്ലോ അന്തമില്ലല്ലോ അക്കാലം പോയി എന്ന് പാക്കനാർ പാട്ടിൻ്റെ ആദ്യ വരിയിൽ പറഞ്ഞതും ഈ നീതിബോധമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവതാളം ഒന്നായിരിക്കുന്നു എന്ന നീതിബോധമാണ്. അപ്പോൾ ഇനിയും നമുക്ക് സമയം വളരെ കുറവാണ്. എങ്കിലും കുറച്ച് പാട്ടുകൾ നമുക്ക് വളരെ പരിമിതമായി കുറച്ച് പാട്ടുകൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഒന്ന് രണ്ട് പാട്ടുകൾ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇനി കഥപ്പാട്ടിൻ്റെ വിശകലനത്തിലേക്ക് കടക്കാതെ ഒന്ന് രണ്ട് പാട്ടുകൾ ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. അത് വളരെ എനിക്ക് ഓർമ്മ വെച്ച് തുടങ്ങിയ കാലത്ത് കേട്ട ഒരു സംഗീതമാണ്. അത് മറ്റേ ഇദ്ദേഹം പറയുന്ന പോലെ യാരാലാവ എന്ന് പറയുന്ന പോലെയാണ്. വാവാവം 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 വാവോ വാവോ വാവാവോ വാവേ. ഇതൊരു അമ്മ മൂളിക്കേട്ട ഒരു താരാട്ടുപാട്ടാണ്. വാവാവം 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 വാവോ വാവോ വാവാവോ വാവേ. ഇതിൻ്റെ കൂടെ വാവോ വാവോ നീ ഓറങ്ങ് വാവാവം വാവോ എൻ്റെ പുള്ളേ ഓറങ്ങ്. ഇതിന് രണ്ടിനും വളരെ സാമ്യമുണ്ട്. തമ്പുരാൻ തന്നൂടെ കിന്നാരം കാണ്ട് തേവോ തേവട തേവോ തേവാ. ഇത് തേക്ക് പാട്ടാണ്. തേക്ക് തൊട്ടി കണ്ടിട്ടുണ്ടല്ലോ ഇല്ലേ? പിന്നെ മാധ്യമങ്ങളിലൂടെയെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് പാലക്കാടൻ മേഖലകളിൽ, വടക്കൻ മേഖലകളിൽ, ഈ കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന ഒരു കാർഷിക ഉപകരണമാണ് തേക്ക് തൊട്ടി. ആ തേക്ക് തൊട്ടി ഉപയോഗിച്ച് വെള്ളം തേകുമ്പോൾ പാടുന്ന പാട്ടാണ്. തമ്പൂരാൻ തന്നൂടെ കിന്നാരം കേക്കാണ്ട് തേവോ തേവട തേവോ തേവാ. ആ തേവനോട് പറയുന്നതാണ്. അത് കുട്ടനാട്ടിലേക്ക് വരുമ്പോൾ ചക്കേലാടിക്കും മുമ്പേ തെയ്യം താര ചെമ്പട്ടു വീശും മുമ്പേ തെയ്യം താര ചെമ്പാവും പാടത്ത് ചത്തനും നീലിയും വെക്കം നടന്നേ തെയ്യം താര തക താര തക ധിമി താര തക ധിമി താര തക ധിമിതോ. ചക്രം ചവിട്ടുന്ന താളമാണ്. നമ്മുടെ ഓരോ അധ്വാനത്തിൻ്റെയും താളത്തിനനുസരിച്ചാണല്ലോ സംഗീതം രൂപപ്പെടുന്നത്. മലിമാടമുറിയേ തെയ്യം താര ചെരിക്കലും മൂടിഞ്ഞേ തെയ്യം താര മാടത്തിലെന്തുണ്ടോ കാച്ചി കുടിക്കാൻ നമ്പിക്കേടി കീടാത്തി തെയ്യം താര. പാട്ടിൻ്റെ ഒടുവിൽ പറയുന്നുണ്ട്, പടടി പാടു പെണ്ണ് തെയ്യം താര തുള്ളടി തുള്ളു പെണ്ണ് തെയ്യം താര പാട്ടും കളിയുമാണ് തെയ്യം താര ഈ ആണ്ടി നമ്മ കോണം തെയ്യം താര തക താര തക ധിമി താര തക ധിമി താര തക ധിമിതോ. ഇത് ചക്രപ്പാട്ടാണ്. ചക്രം ചവിട്ടുന്ന താളമാണ്. ആദ്യം മറ്റേത് തേക്ക് പാട്ട്. തേക്ക് പാട്ടിൻ്റെ താളവും ചക്രപ്പാട്ടിൻ്റെ താളവും രണ്ടും രണ്ടാണ്. ഈ രണ്ട് താളത്തിൻ്റെയും മധ്യത്തിൽ നിന്നുകൊണ്ട് ഈ കവളപ്പാറയും പുത്തുമലയും ചൂരൽമലയും ഒക്കെ ഉണ്ടായപ്പോൾ മധ്യകേരളത്തിൽ നിന്നൊരു പാട്ടുകാരൻ അച്ഛൻ്റെ ചുവട് പിടിച്ചു പാടി. മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനെടി, ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനെടി,
മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി, ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി. മഴ പെയ്യുമ്പോഴോ നമുക്ക് പുട്ടിൽ ചൂടാലോ, ഇടിവെട്ടുമ്പോഴോ നമുക്ക് പന്തേ പോകാലോ. മടമുറിഞ്ഞാലേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി, വെള്ളമുടിഞ്ഞാലേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി. മടമുറിഞ്ഞാലേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി, വെള്ളമുടിഞ്ഞാലേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി. മടമുറിഞ്ഞാലോ നമ്മൾ മറുമല കയറും, വെള്ളം മുടിഞ്ഞാലോ നമ്മൾ ചെറമുളലേറും. മലവെള്ളം വന്നാ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി, ചെറവെള്ളം വന്നാ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി. ആ ചെറയുടെ അവിടെ ഡാമിട്ടാൽ മതി. മലവെള്ളം വന്നാ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി, ചെറവെള്ളം വന്നാ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി. മലവെള്ളം വന്നാ നമ്മൾ മറുമല കയറും, ചെറവെള്ളം വന്നാ നമ്മൾ ചെറമുകളേറും. രാരിക്കം രാരോ രേരിക്കം രേരോ, രാരിക്കം രാരോ രേരിക്കം രേരോ, രാരിക്കം രാരോ രേരിക്കം രേരോ, രാരിക്കം രാരോ രേരിക്കം രേരോ, രേരിക്കം രേരോ, രേരിക്കം രേരോ, രേരിക്കം രേരോ, രേരിക്കം രേരോ. ഈ മറുമലയും ചിറമുകളും നമ്മുടെ പ്രത്യാശയാണ്. ആ വെള്ളപ്പൂനാട് നമുക്ക് സ്വായത്തമാകട്ടെ എന്ന ആശംസയോടുകൂടി ഈ ധന്യമായ സന്ദർഭത്തിൽ നിങ്ങളോടൊപ്പം കൂടുവാൻ അവസരമുണ്ടായതിൽ ഇതിൻ്റെ സംഘാടക സമിതിക്കും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ.